ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കൊച്ചു നോമ്പുകാല ചിന്തകൾ തുടരുകയാണ്. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ഉപവാസം എങ്ങനെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുമെന്നത്. ഹൗ ക്യാൻ ഫാസ്റ്റിംഗ് ഡീപ്പൻ അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്? ഉപവാസം വെറും ഭക്ഷണം ഒഴിവാക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുവാനുള്ള ഒരു പരിശീലനമാണ്. ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിൽ നിന്നും മാറി ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നു. ഉപവാസം ഒരു പ്രാർത്ഥനയുടെ രൂപമാണ്. നമ്മുടെ ബലഹീനതയും ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയവും നമ്മൾ അംഗീകരിക്കുന്നു. ഈ സമയത്ത് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. ഉപവാസം നമ്മെ എളിമയിലേക്ക് നയിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരുണയെയും കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർക്കുവാനും അവരെ സഹായിക്കുവാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈ നോമ്പുകാലം ഉപവാസത്തിലൂടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി വചനം വായിച്ചാലോ? അനന്തരം ശാചനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ.